അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പീസ് റേഡിയോ വഴികാട്ടിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൽ പരീക്ഷാകാലമാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ മാസങ്ങളൊക്കെ പരീക്ഷയുടെ സമയവും മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. ഓരോ വിദ്യാർത്ഥികളും തങ്ങളുടെ പരീക്ഷയെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പലപ്പോഴും രക്ഷിതാക്കളും ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളുമായിട്ടാണ് ഇൻഷാ അള്ളാ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. സാധാരണ കുട്ടികൾ പറയാറുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, എത്ര പഠിച്ചാലും മാർക്ക് ലഭിക്കാറില്ല. അറിയുന്ന ഉത്തരമായിരുന്നു, പക്ഷെ ആ സമയത്ത് അത് മറന്നുപോയി. ഉത്തരങ്ങളെല്ലാം അറിയാമായിരുന്നു, പക്ഷെ സമയം ലഭിച്ചില്ല, ഇനഫ് ടൈം കിട്ടിയില്ല. പല കൂട്ടുകാരും അധികം പഠിക്കാറില്ല, പക്ഷെ അവർക്കൊക്കെ പേപ്പർ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് കിട്ടുമ്പോൾ നല്ല ഉയർന്ന ഗ്രേഡും മാർക്കും ലഭിക്കുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതാണ് കോമൺലി നമ്മൾ കേൾക്കാറുള്ളത്. ചില രക്ഷിതാക്കളും പറയാറുള്ളതാണ്, സാറേ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് അതിരാവിലെ എഴുന്നേൽക്കുന്നു, ഇത്ര സമയം വായിക്കുന്നു, പക്ഷെ പേപ്പർ ലഭിക്കുമ്പോൾ കൃത്യമായ മാർക്കില്ല, എന്താ ഞങ്ങൾ ചെയ്യുക, ഇനി എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടത് എന്നൊരു പരിഹാരമാണ് പലപ്പോഴും രക്ഷിതാക്കളാവട്ടെ കുട്ടികളാവട്ടെ ചോദിക്കാറുള്ളത്. എന്താ പരിഹാരം? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഒന്നാമതായിട്ട് പറയാനുള്ളത്, പഠന സമയത്ത് പരമാവധി പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. പരീക്ഷ എത്തുന്ന സമയത്ത് മാത്രമല്ല പഠനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. പലപ്പോഴും ഇപ്പോൾ പരീക്ഷയുടെ തൊട്ട് തലേ ദിവസമൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് പല ടീമിൻ്റേതുണ്ടാവും. ധാരാളം കുട്ടികൾ അവിടെ ഓൺലൈനിൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ പരീക്ഷയുടെ തൊട്ട് മുന്നേയുള്ള ആ ഒരു ദിവസത്തിൽ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. പരീക്ഷ സമയം എത്തുന്നതിന് മുമ്പ് തന്നെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പ്ലാനിങ് നടത്തിയിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ഇനി വളരെ SSLC +2 തലത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഏതാനും ദിനങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ആയിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി എല്ലാ മേഖലയിലേക്കും കടന്നെത്തുക എന്നത് സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാം പഠിച്ചിട്ടില്ലതും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഞാനീ പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റോട് കൂടി എടുക്കരുത് എന്ന് കൂടി സൂചിപ്പിക്കണം. അഥവാ എല്ലാം പഠിക്കണ്ട എന്നല്ല, പഠിക്കാൻ സാധിക്കുന്ന അത്രയും പഠിക്കണം. പക്ഷേ എല്ലായിടത്തും പോയിട്ട് ഒന്നും കൃത്യമായി മൈൻഡിലേക്ക് എത്താത്ത രൂപമുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പരിഹാരമല്ല. നല്ലൊരു സ്കോർ എയിം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ ചിലപ്പോഴെങ്കിലും മാർക്ക് ലഭിക്കാതിരിക്കാൻ, ഗ്രേഡുകൾ കുറയാനുള്ളൊരു കാരണമായിട്ട് ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത്, പലപ്പോഴും കുട്ടികൾ ചിന്തിക്കുന്നത്, പരീക്ഷ എത്തുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ചിന്തിക്കുന്നത് പഠിച്ചതിനെക്കുറിച്ചല്ല, മറിച്ച് പഠിക്കാത്തതിനെക്കുറിച്ചാണ്. ഞാൻ അത് പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ ഇത് പഠിച്ചിട്ടില്ലല്ലോ, അതിൽ നിന്നെങ്ങാനും ചോദ്യം വന്നാലോ, ഞാൻ എന്താ ചെയ്യുക എന്ന രൂപത്തിൽ പഠിക്കാത്തതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് പരാതിപ്പെട്ടുകൊണ്ട് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, പരീക്ഷ എഴുതുന്ന ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാവട്ടെ, കോളേജിലെയും സ്കൂളിലെയും ഏത് മേഖലയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കാത്തതിനെക്കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, പഠിച്ചതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. ഇനി ചില രക്ഷിതാക്കൾ പറയുന്ന മറ്റൊരു വലിയ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ വലിയ ചില സങ്കടങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് വിളിച്ചിട്ട് കരഞ്ഞിട്ടാണ് അവർ ഫോൺ വെക്കുന്നത്. എന്താണ് സാറേ ചെയ്യുക, പരീക്ഷ അടുത്തില്ലേ, പക്ഷെ കുട്ടി ഇപ്പോഴും ഒന്ന് പുസ്തകം വായിക്കണില്ല, ഒന്ന് എഴുതുന്നില്ല, പരീക്ഷയെക്കുറിച്ചുള്ള ഒരു ഗൗരവമോ അല്ലെങ്കിൽ അത് എഴുതണമെന്നോ നല്ല ഗ്രേഡ് വാങ്ങണമെന്നോ ഒരു ഇതുമില്ല. എനിക്ക് വേണ്ടി ഞാൻ പറയുമ്പോൾ കുറച്ചു നേരം എടുക്കും, അത് അടച്ചു വെക്കും, പിന്നീട് അതെന്നെ വായിക്കുന്നില്ല, സങ്കടമാണ്, എന്താ ഞങ്ങൾ ചെയ്യുക എന്ന് രക്ഷിതാക്കൾ സങ്കടപ്പെടുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ 2025 നമ്മളുള്ളത്, ഒരു 2035 പോവട്ടെ, ഒരു 5 വർഷം കൂടി കൂട്ടിയിട്ട് 2040 2040 ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള അവസരവും ഭാഗ്യവും തരുവാണെങ്കിൽ, വേർ വിൽ യു ഫൈൻഡ്, എവിടെയാണ് ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാവുക, ഏത് മേഖലയിലേക്കാണ് ആ ഒരു സമയത്ത് നമ്മൾ എത്തിച്ചേരുക എന്നൊരു ചോദ്യം വേറെ ആരുമല്ല ചോദിക്കേണ്ടത്, നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്.
2040 ആകുമ്പോൾ 2040 ആകുമ്പോൾ ഇൻഷാ അള്ളാ ഒരു 25 മുകളിൽ അല്ലെങ്കിൽ 30-നിടയിൽ പ്രായമുള്ള ആളുകളായിരിക്കും 10ാം ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് 2040 ആകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 10-30 വയസ്സാകുമ്പോൾ ഏത് മേഖലയിലാണ് ഞാൻ ഉണ്ടാവുക എന്നൊരു ചിന്ത, ഒരു തോട്ട് നമ്മുടെ മനസ്സിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് വിഷൻ്റെയും പാഷൻ്റെയും പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. ഡിഗ്രിയൊക്കെ ലാസ്റ്റ് സെമസ്റ്റർ എഴുതുന്ന 6ാമത്തെ സെമസ്റ്റർ എഴുതുന്ന ഒരു വിദ്യാർത്ഥി പരിതപിച്ചത് ബയോളജിക്കാണ്. അവസാനത്തെ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുക. വേണ്ടില്ലായിരുന്നു ഈ കോഴ്സ്, ഞാൻ എന്തിനാ ഈ ബയോളജി എടുത്തത്, എനിക്ക് അനുയോജ്യമായൊരു കോഴ്സ് അല്ല ഇത് അല്ലേ. എപ്പോഴാണ് പറയണത്? 10ാം ക്ലാസ് കഴിഞ്ഞ് +2 സയൻസ് സ്ട്രീം എടുത്ത് കഴിഞ്ഞ് ഡിഗ്രി 3 വർഷം പഠിച്ച്, അഥവാ 6th സെമസ്റ്ററിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പറയാം, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ വിഷൻ, ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം അല്ലേ. അതേപോലെ തന്നെ ഒരു പാഷൻ, വാട്ട് ഈസ് അവർ പാഷൻ, നമ്മുടെ പാഷൻ എന്താണ് നമ്മൾ തിരിച്ചറിയണം. ആ വിഷനോടും പാഷനോടും കൂടി മുന്നോട്ട് പോയെങ്കിലേ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കൂ. അതുപോലെ തന്നെ മികച്ച വിജയം നമ്മുടെ പരീക്ഷകളിലും നേടാൻ നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്. ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ വേണം അല്ലേ. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ. ആ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടെങ്കിലേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നമുക്ക് കിട്ടും, നല്ല ഗ്രേഡ് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കൂ. അതുകൊണ്ട് വാട്ട് ഈസ് മൈ ഗോൾ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2040 എവിടെ ഉണ്ടാവുമെന്നൊരു ഗോളാണെങ്കിൽ പോലും ആ ഗോൾ കൃത്യമാണോ, സെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ സെറ്റ് ചെയ്ത ഗോളിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഉട്ടോപ്യൻ ആശയങ്ങളായിട്ടാണ് കുട്ടികൾ നടക്കാറുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും മറ്റു പല പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടുന്ന ചില എന്താ പറയുക ഇൻഫ്ലുവൻസ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരൊക്കെ പറയുന്ന ചില നൈമിഷികമായ ചില കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ പിന്നാലെ പോയി നമ്മുടെ യഥാർത്ഥ ഒരു റിയൽ കരിയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. ഒരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന പോലെയാണ് അത്തരക്കാരായ. ഒരു റിയൽ ലൈഫിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ്. മക്കളെ, നമ്മളെക്കുറിച്ച് സ്വപ്നം കാണാൻ, നമ്മളെക്കുറിച്ചൊരു നല്ല ഡ്രീം ഉണ്ടാവാൻ, അതുപോലെ തന്നെ ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ ഇപ്പോഴെങ്കിലും നമുക്ക് സാധിക്കണം. സാധിച്ചിട്ടില്ല എങ്കിൽ പരീക്ഷ കൊളന്നുകൊണ്ടാൻ വേറെ എവിടെയും പോകേണ്ടതില്ല എന്നതാണ്. അപ്പോൾ കോമൺലി ഈ 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും, പരീക്ഷയിൽ വിജയിക്കണമെന്നൊരാഗ്രഹമാണ്. ആദ്യത്തേത് 2040 ഞാൻ എവിടെ ഉണ്ടാവുമെന്നൊരു ചിന്ത പഠിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ വാട്ട് ഈസ് മൈ പാഷൻ, എൻ്റെ ഇഷ്ടപ്പെട്ട മേഖല ഏതാണ്, ആ മേഖലയിലുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സിൽ തന്നെ എനിക്കേറ്റവും അനുയോജ്യമായത് ഏത്, അതൊന്ന് കണ്ടെത്തണം നമ്മൾ. അത് കണ്ടെത്തിയിട്ട് നല്ലൊരു കാഴ്ചപ്പാടോടിട്ട് മുന്നോട്ട് പോയി നല്ലൊരു ലക്ഷ്യം മുന്നിൽ നിർണ്ണയിച്ച് ആ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ നിന്നും പതിയെ പതിയെ മാറി മാറി നിൽക്കുന്നതാണ്. ഇനി എത്ര പഠിച്ചാലും മാർക്ക് കിട്ടണില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. പഠിക്കാനൊരു കൃത്യമായൊരു സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ പേഴ്സണലി യോജിക്കുന്നതായ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. പണ്ട് മുതലേ നമ്മൾ കേൾക്കാറുള്ള, എന്നാൽ ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ള ഒരു മെത്തേഡാണ് SQ3R എന്നൊരു മെത്തേഡ് അല്ലേ. SQ പിന്നെ 3R എന്നാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു വിഷയം എടുത്ത് വായിക്കുന്നു. നമ്മൾ എഴുതുന്ന പരീക്ഷകളൊക്കെ മുൻ വർഷങ്ങളിലും ഇവിടെ നടന്ന പരീക്ഷകൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ആ ചോദ്യത്തിൻ്റെ മാർക്കുകൾ എത്രയൊക്കെയാണ്, ഓരോ യൂണിറ്റിൽ നിന്നും ഏതൊക്കെ രൂപത്തിലുള്ള ചോദ്യങ്ങൾ. നോർമൽ വി വാണ്ട് ടു പ്രിപ്പയർ ദ സർവേ, ഒരു സർവേ നടത്തുന്നു. ദാറ്റ് ഈസ് ദ എന്തൊക്കെയാണ് വരാറുള്ളത്, ഏതൊക്കെയാണ് രൂപത്തിൽ സർവേ. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് Q അഥവാ ക്വസ്റ്റ്യൻസ് അല്ലേ. അതിൽ നിന്നും വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ചോദ്യങ്ങൾ ഏത് രൂപത്തിലുള്ളതൊക്കെയാണ് നമ്മൾ ആലോചിക്കുക. 1ാമത്തെ യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നോർമലി ഇത്രയും കാലം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ആകാം. ഇത് 2 ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3 Rകളാണ്. ദ ഫസ്റ്റ് R ഫോർ റീഡ്, നന്നായി വായിക്കണം. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. വായിക്കാതെ ഷോർട്ട് കട്ട്, വെറും കേൾവിയിലൂടെ മാത്രം പരീക്ഷ എഴുതുക എന്നത് മിഥ്യാധാരണയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് കിട്ടും, എന്നാൽ മറ്റു ചിലപ്പോൾ 1 മാർക്ക് പോലും കിട്ടാത്ത സാഹചര്യവും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ നല്ലത് തന്നെയാണ്, കേൾക്കാം. പക്ഷേ വെറും കേൾവിയിൽ മാത്രം നമ്മൾ വിശ്വസിച്ച് നിൽക്കുക. റീഡ്, നന്നായിട്ട് നമ്മൾ വായിക്കണം. വായിച്ച കാര്യം സെക്കൻഡ് R എന്ന് പറയുന്നത് റിസൈറ്റ്, നമ്മളൊന്ന് പറഞ്ഞു നോക്കണം.
വായ കൊണ്ട് പറയണമെന്നില്ല, മനസ്സിൽ പറഞ്ഞാൽ മതി. വായ കൊണ്ട് പറയുകയാണെങ്കിൽ നല്ലതാണ്, വീണ്ടും നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുമത്. സോ സെക്കൻഡ് ആർ റിസൈഡ് ആൻഡ് ദ തേർഡ് ആർ ഫോർ റിവ്യൂ. അല്ലേ, ഒരല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ചത്, ഈ എന്തൊക്കെയാണ് സർവേ നമ്മളതിൽ നടത്തിയത്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വന്നത്, ഞാൻ എന്തൊക്കെയാണ് ഇത്രയും സമയം വായിച്ചത്, ആ വായിച്ചത് എനിക്ക് പറയാൻ സാധിച്ചു. വി വാണ്ട് ടു കണ്ടക്ട് എ റിവ്യൂ. നമ്മളൊരു റിവ്യൂ നടത്തുക. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഈ രൂപത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഭക്ഷണം ഇഷ്ടമാണല്ലോ അല്ലേ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ സാൻഡ്വിച്ച് എന്ന് പറയുന്ന സാധനം വളരെ ഇഷ്ടമാണ് അല്ലേ, സാൻഡ്വിച്ച്. സോ സെക്കൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് സാൻഡ്വിച്ച് മെത്തേഡാണ്. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ എല്ലാം നമുക്കിഷ്ടപ്പെട്ട വിഷയങ്ങളല്ല. ചില വിഷയങ്ങൾ വളരെ എളുപ്പമായിരിക്കും, മറ്റു ചില വിഷയങ്ങൾ ഒരല്പം പ്രയാസമാവും. എന്നാൽ ചില വിഷയങ്ങൾ വളരെയധികം പ്രയാസമായിരിക്കും. നോർമലി നമ്മളൊക്കെ ചെയ്യാറുള്ളത്, നമുക്ക് എളുപ്പമുള്ള വിഷയങ്ങൾ അത് അടിക്കടി വീണ്ടും അഗെയിൻ ആൻഡ് അഗെയിൻ അത് നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടി എളുപ്പം ഒന്ന് നോക്കിയാൽ കിട്ടുന്ന വിഷയങ്ങൾ നോക്കും. ഏറെ പ്രയാസമുള്ള വിഷയങ്ങൾ പലപ്പോഴും ഒരു സൈഡിൽ മാറ്റി വെക്കാറാണ് പതിവ്. അവസാനം പരീക്ഷ എത്തുമ്പോൾ അതാണ് നമുക്ക് ഏറെ ടെൻഷൻ ആവാറുള്ളത്. അപ്പോൾ അവിടെയാണ് ഈ സാൻഡ്വിച്ച് മെത്തേഡ്, സാൻഡ്വിച്ച് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അഥവാ ആദ്യം നമുക്ക് ഈസിയുള്ളൊരു വിഷയം എടുത്ത് വായിക്കുക. പഠിക്കാനുള്ളൊരു മൂടും കാര്യങ്ങൾ താല്പര്യമൊക്കെ വരും. ആ ഒരു പാഠഭാഗം പതുക്കെ അല്ലേ, ഒന്നാമത്തെ വിഷയം ഒന്ന് ഒരല്പസമയം വായിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വായിക്കാം. ദെൻ അടുത്തത് ഏറ്റവും പ്രയാസമുള്ളൊരു വിഷയം എടുക്കുക. അത് കുറച്ച് നേരം വായിക്കുമ്പോൾ മടുപ്പ് വരും. വീണ്ടും ഒരു ഈസി സബ്ജക്റ്റ് എടുക്കുക, വീണ്ടും ഒരു ഡിഫിക്കൽട്ട്. സോ ഈസി ഡിഫിക്കൽട്ട്, ഈസി ഡിഫിക്കൽട്ട്, ഈസി ഡിഫിക്കൽട്ട് എന്ന മെത്തേഡ് ഫോളോ ചെയ്ത്, അതാണ് സാൻഡ്വിച്ച്. സാൻഡ്വിച്ചിൻ്റെ മുകളിലൊരു ബ്രെഡ് ഉണ്ടാവും, ഇറ്റ് ഈസ് സോ സോഫ്റ്റ് അല്ലേ, ഇറ്റ്സ് ആഫ്റ്റർ. അതിന് ശേഷം എന്തുണ്ടാവും, ചിലപ്പോൾ ഹാർഡായിട്ടുള്ള ചിക്കൻ ഉണ്ടാവാം, ബീഫ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില ഹാർഡായിട്ടുള്ള ക്യാരറ്റ് പോലെയുള്ള വെജിറ്റബിൾസ് ഉണ്ടാവാം അല്ലേ. അത് കുറച്ച് പ്രയാസമാണ്, ബ്രെഡിൻ്റെ അത്ര സോഫ്റ്റ് അല്ല. അപ്പോൾ ആദ്യം ആ ബ്രെഡ് ആവുന്ന ഈസി സബ്ജക്റ്റ് എടുക്കുക, പിന്നെ പ്രയാസമാവുന്ന അതിനിടയിലുള്ള നമുക്ക് ഏറ്റവും പ്രയാസം തോന്നുന്ന വിഷയം ഏതാണ് അതെടുക്കുക, വീണ്ടും എളുപ്പമുള്ളത്, വീണ്ടും പ്രയാസമുള്ളത്. ആ രൂപത്തിൽ നമ്മുടെ പാഠ്യ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും പഠിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയാറുള്ളത് കളർഫുള്ളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. എന്താ ഈ കളർഫുള്ളായിട്ട് പഠിക്കുക? ഈ മെത്തേഡ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ചില ആളുകൾക്ക് കഥകൾ ഇഷ്ടമാണ്, വായിക്കുന്നത് എന്തും ഒരു കഥയാക്കിയിട്ട് പഠിക്കുക. വേറെ ചില ആളുകളുണ്ട്, അവർക്ക് ഏറ്റവും ഇഷ്ടം പാട്ടുകളാണ്. ഏത് പാട്ടുകൾ കേട്ടാലും അവർക്ക് വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ എന്ത് കാര്യം കേട്ടാലും അവരെന്ത് ചെയ്യും, പാട്ടുകളാക്കിയിട്ടുണ്ടാക്കും. ചെറുപ്പകാലത്ത് നമ്മളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ പഠിച്ചത് ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാം പാട്ടുകളാക്കി മാറ്റാൻ കഴിവുള്ള ആളുകൾ അവരുടെ പാഠഭാഗങ്ങൾ, അവരുടെ പാഠ്യവിഷയങ്ങൾ പാട്ടുകളായിട്ട് പഠിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. വേറെ ചില ആളുകളുണ്ട്, ഒരു പേപ്പർ കിട്ടിയാൽ, നോട്ട്ബുക്ക് കിട്ടിയാൽ ആകെ ചിത്രങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പാഠ്യവിഷയങ്ങളെ ചിത്രങ്ങളാക്കിയിട്ട് പഠിക്കാം. നാടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ചെയ്ത യാത്രകളുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ പാഠ്യവിഷയങ്ങൾ, നമ്മൾ പഠിച്ച വിഷയങ്ങളെ ബന്ധിപ്പിച്ച് പഠിക്കാം. ഇതൊക്കെയാണ് കളർഫുള്ളായിട്ട്. അഥവാ ചില ആളുകൾ കഥയാക്കിയിട്ടാവാം, മറ്റു ചില ആളുകൾക്ക് പാട്ടുകളാക്കിയിട്ട് പഠിക്കാം. വേറെ ചില ആളുകൾക്ക് നാട്ടിലെ ഓരോ സംഭവങ്ങൾ അല്ലെങ്കിൽ നാടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഹിസ്റ്ററിയൊക്കെ ഒരുപാട് ആ രൂപത്തിൽ പഠിക്കാൻ പറ്റും, നാടുമായി ബന്ധപ്പെട്ടുള്ളത്. അതുപോലെ യാത്രകൾ, നമ്മൾ പോയ യാത്ര, ടൂർ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മറക്കാറില്ല. അവിടെയുള്ള ചെറിയ സംഭവങ്ങൾ പോലും വളരെ ഹൃദ്യമായി നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ച വിഷയങ്ങൾ, നമ്മൾ യാത്ര തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഓരോ സ്ഥലവും സംഭവമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ആൻഡ് വി ക്യാൻ ടു റീകോൾ ഇൻ ദി എക്സാമിനേഷൻ ടൈം. പരീക്ഷാ സമയത്ത് അത് റീകോൾ എടുക്കാൻ അഥവാ നന്നായിട്ട് എഴുതാൻ പോലും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. മറ്റു ചില കാര്യങ്ങൾ സൂത്രവാക്യങ്ങളാക്കിയിട്ട് പഠിക്കുന്നതാണ്, കോഡുകളാക്കിയിട്ടില്ലേ, ചില കോഡുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ മുഗൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ ബാജ് സാബ് എന്ന് പറയുന്നൊരു കോഡ് കോമൺലി എല്ലാവരും ഉപയോഗിക്കുന്ന കോഡുകളാണല്ലേ. ബാജ് സാബ് എന്നുള്ള ആ ഒരു ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്, ബഹാദൂർ സഫർ എന്ന് പറയുന്ന ആ ഒരു ബാജ് സാബ്. അങ്ങനെ വേറെയുണ്ട്. ഇപ്പോൾ PSC മത്സര പരീക്ഷകൾക്കൊക്കെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ പിന്തുടരുന്ന, ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോഡുകൾ ഉണ്ടാക്കി പഠിക്കുക, സൂത്രവാക്യങ്ങളാക്കിയിട്ട്. അപ്പോൾ ആ രൂപത്തിൽ പഠിക്കാം. ഇനി ആശയങ്ങൾ, ഐഡിയകളാക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന കാര്യം. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു മാപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലേ, ഇന്ത്യ എന്ന ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ എന്താ, കൈ ഒന്നിങ്ങനെ പിടിച്ച് ഒന്നിങ്ങനെ നേരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏകദേശം ഒരു മാപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. ഒന്നാലോചിക്കേ, വളരെ പെട്ടെന്ന് ഗുജറാത്ത് ഇല്ലേ, അതുപോലെ കേരളം, തമിഴ്നാട്, മുകളിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ലോ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഇങ്ങനെ
നമ്മുടെ ഒന്ന് ജസ്റ്റ് ഈ ഒരു രൂപത്തിൽ ഈ ഒരു കൈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ ഐഡിയ ആണ്, ആശയങ്ങൾ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ശരീരമായിട്ട് കണക്ട് ചെയ്തു, ഒരാശയമായി രൂപീകരിച്ചു. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പല വിഷയങ്ങളും ആ രൂപത്തിൽ. ചിലതൊക്കെ കുടുംബാംഗങ്ങളായിട്ട് കണക്ട് ചെയ്യാം. ഐഡിയകൾ, വിച്ച് ഈസ് ദ ഐഡിയ സൂട്ടബിൾ ഫോർ us വി ക്യാൻ ഫോളോ. ഏത് വിഷയവും ഇതുപോലെ ആശയങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതാണ്. അതുപോലെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഫൈൻമാൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അഥവാ പഠിച്ച ഒരു കാര്യം സ്വന്തമോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ പഠിപ്പിച്ചു കൊടുക്കുക. ടീച്ച് സമ്മൺ എൽസ് എന്ന ഒരു രൂപത്തിൽ ഈ മെത്തേഡ് അറിയാം അല്ലേ? ടീച്ച് സമ്മൺ എൽസ്. ഞാൻ പഠിച്ചൊരു കാര്യം അത് ഞാൻ തന്നെ പറയുമ്പോൾ ഒന്നും കൂടി എനിക്ക് കേൾക്കാനുള്ള അവസരമുണ്ട്, അതിലൂടെ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. അത് വേറൊരാൾക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലോ അതൊന്നുകൂടി വളരാൻ. അപ്പം ഞാൻ പഠിച്ച ഒരു കാര്യം മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ആ ഒരു മെത്തേഡിനാണ് ഫൈൻമാൻ ടെക്നിക്ക് എന്നൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ സമ്മറൈസേഷൻ ടെക്നിക്ക് പലപ്പോഴും ഭൂരിഭാഗം ആളുകളും ഉപയോഗപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ്. അഥവാ ഒരു വിഷയം പഠിച്ച ശേഷം നമ്മുടെ സ്വന്തം വാക്കുകളിൽ അതിൻ്റെ ഉള്ളടക്കമൊക്കെ എഴുതുക അല്ലേ? എന്നിട്ട് ചെറിയ ചെറിയ ഇപ്പോൾ ഒരു സാധാരണ നോട്ട്ബുക്ക് ഇങ്ങനെ മറിക്കണമെങ്കിൽ വെർട്ടിക്കൽ ടൈപ്പിൽ മറിക്കുന്ന കുറച്ച് പേജുള്ള ബുക്ക് വാങ്ങിയാൽ മതി. ഓരോ വിഷയത്തിന് ഓരോ ബുക്ക് ഉണ്ടാക്കിയാൽ മതി. അതിൽ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് അതിൻ്റെ താഴെ സബ് ടൈറ്റിലുകൾ മാത്രം നമ്മുടെ ഭാഷയിൽ എഴുതാം. അവിടെ നമുക്ക് അച്ചടി ലിപികൾ വേണമെന്നില്ല, നമുക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ലാംഗ്വേജിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സമ്മറൈസേഷൻ. പിന്നെ ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് അല്ലേ? നമ്മളൊക്കെ ഇപ്പോൾ ചങ്കുകളാണ്, കൂട്ടുകാരൊക്കെ നമ്മുടെ ചങ്കുകളാണ്. എന്താണ് ഈ ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്? ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ അല്ലേ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ട് പഠിക്കുന്ന ഒരു രീതിക്കാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുക. അത് വലിയ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ അതിനെ സ്മോൾ ബ്ലോക്കുകളായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകളായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ആൻഡ് വി ക്യാൻ സ്കോർ ദ ഹൈ മാർക്ക് ആൻഡ് ഗ്രേഡ്. നല്ല മാർക്ക് വാങ്ങാനും നല്ല ഗ്രേഡ് വാങ്ങാനും സാധിക്കുമെന്നാണ്. ഈ ഫൈൻമാൻ ടെക്നിക്ക് പറഞ്ഞതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള മറ്റൊരു അല്ലേ ടീച്ച് സമ്മൺ എൽസ് എന്നുള്ളത് പറയുമ്പോൾ കമ്പൈൻ സ്റ്റഡി എന്നൊരു മെത്തേഡ് നമുക്ക് വളരെ നല്ലതാണ്. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, അവർ അങ്ങനെ തന്നെ തുടരട്ടെ. എന്നാൽ കമ്പൈൻ സ്റ്റഡി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരുമിച്ചിരിക്കുന്നു, കുറേ ഭക്ഷണം കഴിക്കുന്നു, കുറേ എന്തെങ്കിലും വല്ല ബേക്കറി കൊണ്ടുവെക്കുന്നു, അത് തിന്നുന്നു എന്നതിലപ്പുറം അതൊരു എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. കമ്പൈൻ സ്റ്റഡിക്കൊരു എന്താ പറയുക കൃത്യമായൊരു പ്ലാനിങ് വേണം. ഇപ്പോൾ ഒരു വിഷയം പഠിക്കുമ്പോൾ 5 യൂണിറ്റാണുള്ളത്, 5 മെമ്പേഴ്സാണ് ആ ഒരു ഗ്യാങ്ങിലുള്ളത് എങ്കിൽ ഒന്നാമത്തെ ആൾക്ക് ഒന്നാമത്തെ യൂണിറ്റ് കൊടുക്കാം, രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ യൂണിറ്റ് എടുക്കട്ടെ, മൂന്നാമത്തെ ആൾ മൂന്നാമത്തെ, അങ്ങനെ 5 പേരും 5 യൂണിറ്റുകൾ വീതിച്ചെടുക്കണം. ഒരു ടൈം നിശ്ചയിക്കാം, അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, അരമണിക്കൂർ മതി. ആ അരമണിക്കൂറിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഏകദേശ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഫസ്റ്റത്തെ ആൾ പഠിച്ചിരിക്കണം. അങ്ങനെ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ യൂണിറ്റ്, അങ്ങനെ ഈ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ 5 പേരും 5 യൂണിറ്റുകൾ കൃത്യമായി അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും എഴുതിയെടുക്കേണ്ട നോട്ടുകളുണ്ട് എഴുതിയെടുക്കുകയും ചെയ്യുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൾ ഫസ്റ്റ് യൂണിറ്റിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, മറ്റുള്ളവർ അത് കേൾക്കുന്നു, അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരും എഴുതിയെടുക്കുന്നു, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്തായി? ആ ഒരു നിശ്ചിത ചെറിയ സമയം കൊണ്ട് 5 പേർക്കും കിട്ടി. ദെൻ ദ സെക്കൻഡ് പേഴ്സൺ, രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ യൂണിറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർ എഴുതിയെടുക്കുന്നു. ഈ രൂപത്തിൽ പഠിക്കുകയാണെങ്കിൽ അല്ലേ കമ്പൈൻ സ്റ്റഡി ഈ രൂപത്തിൽ നടത്തുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കുകളിലൂടെ കടന്നു പോകാനും എല്ലാ യൂണിറ്റുകളും കവർ ചെയ്യാനും പരസ്പരം ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയെ നേരിടാനും സാധിക്കുമെന്നുള്ള ദീസ് ആർ ദ സിമ്പിൾ ഫ്യൂ ട്രിക്സ് അല്ലേ. ഇതൊക്കെ വളരെ ലളിതമായ ചില എക്സാം ടിപ്പുകളാണ് ഇന്നത്തെ വഴികാട്ടിയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക. പഠിക്കാനുള്ള സമയം പരമാവധി പഠനത്തിന് വേണ്ടി ചെലവഴിക്കുക. നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് പഠനമെന്ന്, സ്റ്റഡീസ് എന്നത്. അതിനേക്കാൾ ഉപരി ആ പഠനത്തിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. റബ്ബിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷ എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉയർന്ന ഗ്രേഡും മാർക്കും വാങ്ങാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.